ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, സാവുജി ധോലാക്കിയ ആരും കൊതിക്കുന്ന വജ്ര വ്യാപാരി, ദാരിദ്ര്യത്തിൽ നിന്ന് വൻ സാമ്രാജ്യം പടുത്തുയർത്തിയ സാവുജി ധോലാക്കിയ തൻ്റെ നേട്ടങ്ങൾ ജീവനക്കാർക്കും പല രൂപത്തിലുള്ള സമ്മാനങ്ങളായി പങ്കുവയ്ക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. എളിയ രീതിയിൽ തുടക്കം കുറിച്ച സാവുജിയുടെ വജ്ര വ്യാപാരം ഇന്ന് ലോകത്തെമ്പാടും 70-ലേറെ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അങ്ങ് ഗുജറാത്തിലെ ആംറേലി ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ തികച്ചും ദരിദ്രാവസ്ഥയിൽ ജനിച്ചവൻ, കേവലം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ധോലാക്കിയ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഒരു വമ്പൻ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. വന്ന വഴി മറക്കാതെ തൻ്റെ 6000-ലേറെ ജീവനക്കാരെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതുന്ന അനുഗ്രഹീതനായ വ്യക്തി. സാവുജി ധോലാക്കിയയുടെ ഹരികൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരത്തിൻ്റെ ലോകോത്തര മാതൃകയാണ്. 1962 ഏപ്രിൽ 12 ജനിച്ച ഈ മനുഷ്യൻ്റെ പിതാവ് ഒരു ദരിദ്ര കർഷകനായിരുന്നു. ധോലാക്കിയ 5ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. അതിന് കാരണം ഉപജീവനമാർഗം ഒന്നുമില്ലാത്തതിനാലാണ്. കുറേ കാലം അച്ഛനോടൊപ്പം കൃഷിപ്പണിയിൽ വ്യാപൃതനായി. അതുകൊണ്ടൊന്നും ജീവിക്കാനാകുന്നില്ലെന്ന് കണ്ട് 1977 13ാമത്തെ വയസ്സിൽ 12 രൂപയുമായി സൂററ്റിലുള്ള പിതൃ സഹോദരൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. വജ്രനിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിതൃ സഹോദരനോടൊപ്പം ഉള്ള വാസകാലത്താണ് വജ്രനിർമ്മാണത്തെക്കുറിച്ച് പഠിച്ചത്. കഠിന പരിശ്രമത്താൽ വജ്രക്കല്ലുകൾ മുറിക്കുന്നതിനും പോളിഷ് ചെയ്യുന്നതിനും വിദഗ്ധനായി. അത്യധികം കൃത്യതയും സൂക്ഷ്മതയും വേണ്ട ഒരു ജോലിയായിരുന്നു ഇത്. നല്ല ക്ഷമയും തൊഴിലിനോട് ആത്മാർത്ഥതയുമുള്ളവർക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധനാകാൻ കഴിയൂ. നീണ്ട 10 വർഷക്കാലം സാവുജി ധോലാക്കിയ ഒരു വജ്രനിർമ്മാണ തൊഴിലാളിയായി ജോലിയെടുത്തു. ഇതിനിടെ സഹോദരന്മാരെയും ചേർത്ത് ചെറിയ രീതിയിൽ ഒരു വജ്രനിർമ്മാണ യൂണിറ്റും തുടങ്ങി. 1992 ഹരികൃഷ്ണ എക്സ്പോർട്ടിന് തുടക്കം കുറിച്ചത് അങ്ങനെയാണ്. മുംബൈയിലും ഓഫീസ് തുറന്നതോടെ വ്യാപാരം വിപുലമായി. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സഹോദരങ്ങളായ ഹിമ്മത്തും തുളസിയും ശ്യാമും പിൻബലമായി ഉണ്ടായിരുന്നു. കൂടാതെ ആയിരക്കണക്കിന് ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും തൊഴിലാളികളെ ഡയമണ്ട് ആർട്ടിസ്റ്റ്, ഡയമണ്ട് എഞ്ചിനീയർ എന്നിങ്ങനെ ഓമന പേരിട്ടാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. തൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വൻ ബോണസുകൾ നൽകിക്കൊണ്ടാണ് ധോലാക്കിയ വാർത്തയിൽ ഇടം പിടിച്ചത്. ടാർജറ്റ് പൂർത്തിയാക്കുന്ന അവസരങ്ങളിലും ഓരോ ആഘോഷവേളകളിലും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് സാവുജി തൻ്റെ ജോലിക്കാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. 2015 സമ്മാനത്തിൻ്റെ വലിപ്പം കൂടി. ആ വർഷം 491 പേർക്കാണ് പുതുപുത്തൻ കാർ സമ്മാനിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ വർഷവും കാറുകളുടെ പ്രവാഹമായിരുന്നു. അവയെല്ലാം സമ്മാനമായി ദീപാവലി നാളിലാണ് കൊടുത്തത്. 5 വർഷത്തെ EMI വ്യവസ്ഥയിലാണ് കാർ ജീവനക്കാർക്ക് സമ്മാനിക്കുന്നത്. വാഹനത്തിൻ്റെ ഡൗൺ പേയ്മെൻറ്റും മാസാമാസം EMIയും കമ്പനി തന്നെ അടയ്ക്കും. എന്നാൽ ജീവനക്കാരിൽ ആരെങ്കിലും രാജിവെച്ച് പോയാൽ പിന്നെ EMI സ്വന്തം നിലയിൽ അടയ്ക്കണം എന്നതാണ് വ്യവസ്ഥ. നിസാൻ്റെ ബജറ്റ് ബ്രാൻഡായ ഡാറ്റ്സൺ നിരയിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള കാറാണ് റെഡിഗോ. എന്നാൽ അതും കഴിഞ്ഞ് 25 വർഷം പൂർത്തീകരിച്ച 3 മാനേജർമാർക്ക് 1 കോടിയിലേറെ വിലമതിക്കുന്ന 3 മേഴ്സിഡസ് ബെൻസ് സമ്മാനിച്ചു. ജീവനക്കാരെ മാത്രമല്ല മാലോകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തത്. സൂറത്തിൽ നടന്ന ചടങ്ങിൽ മധ്യപ്രദേശ് ഗവർണറായ ആനന്ദിബെൻ പട്ടേലാണ് ജീവനക്കാർക്ക് അന്ന് കാറുകൾ കൈമാറിയത്. ഈ 3 ജീവനക്കാരും തൻ്റെ കമ്പനിയിലെ കൗമാരകാലം തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അവർ ഏറെ വിശ്വസ്തരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരുമാണെന്ന് ധോലാക്കിയ പറയുന്നു. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ മനുഷ്യനെ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു സാവുജി ധോലാക്കിയയുടെ പോളിസി. അത് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു. അതെങ്ങനെയെന്നോ, സ്വന്തം മകൻ ദ്രവ്യയെ 7000 രൂപ പോക്കറ്റ് മണി നൽകി കേരളത്തിലേക്ക് പറഞ്ഞയച്ചു. ദ്രവ്യ കറങ്ങിത്തിരിഞ്ഞ് കൊച്ചിയിലെത്തി. പിന്നെ ഒരു ഹോട്ടലിൽ ജോലി സമ്പാദിച്ചു. ജോലിയുടെ കഷ്ടപ്പാടും യാതനയും എന്താണെന്ന് മനസ്സിലാക്കുവാനും സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നുമൊക്കെ തെളിയിച്ചു കാണിക്കുവാനുമാണ് ദ്രവ്യയെ ഇങ്ങോട്ട് അയച്ചത്. ഒരു മാസം 4000 രൂപയായിരുന്നു അന്ന് ദ്രവ്യയുടെ വരുമാനം. കൂടെ ജോലി ചെയ്യുന്നവരോ ഹോട്ടലിൻ്റെ ഉടമയോ അവിടെ വന്നുപോയ മനുഷ്യരോ അറിഞ്ഞില്ല 6000 കോടി രൂപ പ്രതിവർഷം വിറ്റുവരവുള്ള
ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകനാണ് ഈ പയ്യനെന്ന് ദ്രവ്യയെ തിരിച്ചറിഞ്ഞതോടുകൂടി അത് അക്കാലത്തെ പത്രങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു. സാമൂഹിക പ്രവർത്തന രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2022 ഇന്ത്യ ഗവൺമെൻറ് ധോലാക്കിയയ്ക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ദ്രവ്യ ധോലാക്കിയയും ചേർന്ന് 2020 ധോലാക്കിയ വെഞ്ചേഴ്സ് സ്ഥാപിച്ചു. ധനസഹായം നൽകിയും ആഗോള വിപുലീകരണത്തിന് സഹായിക്കുകയും ചെയ്തുകൊണ്ട് സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും സഹായിക്കുന്നതിനാണ് ഈ സ്ഥാപനം. ഇന്ന് ധോലാക്കിയ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. ലോകമെമ്പാടുമുള്ള വജ്ര വ്യവസായത്തിൽ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ പ്രശസ്തനാണ്. ഒട്ടേറെ എളിമയും ആത്മവിശ്വാസവും ലളിതവും എന്നാൽ ജ്ഞാനം നിറഞ്ഞതുമായ പ്രഭാഷണവുമൊക്കെയാണ് അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. പണം കൈയാളുന്ന മുതലാളിമാരുടെയെല്ലാം മനസ്സ് മഹാനായ ധോലാക്കിയയുടെ മനസ്സ് പോലെ കാരുണ്യവും കരുതലും നിറഞ്ഞതായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലേ. ഗുഡ് ബൈ.